എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, എല്ലാവരും നല്ല ഉഷാറിലാണല്ലോ എന്നാ? നമുക്കിന്ന് ഒരു പുതിയ പാഠം തുടങ്ങിയാലോ? നമ്മുടെ എല്ലാം ജോലികൾ എളുപ്പമാക്കുന്ന ചില സൂത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേര് യാന്ത്രിക ലാഭം പ്രവൃത്തിയിൽ അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. പേര് കേട്ട് പേടിക്കണ്ട, സംഗതി വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ പോലെ വലിയ ക്രെയിനുകളോ യന്ത്രങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് 70,000 കിലോ വരെ ഭാരമുള്ള വലിയ കല്ലുകൾ 130 മീറ്ററിലധികം ഉയരത്തിലെത്തിച്ചാണ് അവർ ആ ഭീമാകാരമായ പിരമിഡുകൾ നിർമ്മിച്ചത്. എങ്ങനെയായിരിക്കും അവർക്കത് സാധിച്ചത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ചില ലഘുവായ സൂത്രപ്പണികൾ അറിയാമായിരുന്നു. അതാണ് ലഘുയന്ത്രങ്ങൾ അഥവാ സിമ്പിൾ മെഷീൻസ്. നമ്മുടെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് ലഘുയന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരാണി ഭിത്തിയിൽ നിന്ന് കൈകൊണ്ട് വലിച്ചൂരാൻ നോക്കിയിട്ടുണ്ടോ? നല്ല പാടാണ് അല്ലേ? പക്ഷേ ഒരു നെയിൽ പുള്ളർ ഉപയോഗിച്ചാലോ വളരെ എളുപ്പത്തിൽ ഉവിപ്പോരും. അതുപോലെ കിണറ്റിൽ നിന്ന് നേരിട്ട് ബക്കറ്റിൽ വെള്ളം കോരുന്നതും ഒരു കപ്പി ഉപയോഗിച്ച് കോരുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? കപ്പി ഉപയോഗിക്കുമ്പോൾ ആയാസം കുറവാണ് അല്ലേ? അപ്പോൾ ഈ ലഘുയന്ത്രങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന ഫലത്തിന്റെ ഫലം പല മടങ്ങായി വർദ്ധിപ്പിക്കും. നെയിൽ പുള്ളർ ചെയ്യുന്നത് അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഫലം പ്രയോഗിക്കുന്ന ദിശ മാറ്റി സൗകര്യപ്രദമായ മറ്റൊരു ദിശയിലേക്ക് മാറ്റും. കിണറ്റിലെ കപ്പി ചെയ്യുന്നത് അതാണ്. നമ്മൾ താഴേക്ക് വലിക്കുമ്പോൾ ബക്കറ്റ് മുകളിലേക്ക് വരുന്നു. ചിലപ്പോൾ ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും. ഒരു ലഘുയന്ത്രത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഫലത്തെ യത്നമെന്നും യന്ത്രം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ഫലത്തെ രോധമെന്നും പറയുന്നു. അപ്പോൾ നെയിൽ പുള്ളർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് യത്നം, ആണി തിരികെ പ്രയോഗിക്കുന്ന ഫലമാണ് രോധം. നാരങ്ങ ഞെക്കിയിൽ നമ്മൾ കൈകൊണ്ട് കൊടുക്കുന്നത് യത്നം, നാരങ്ങ തിരിച്ചു ഞെങ്ങാതെ പ്രയോഗിക്കുന്ന ഫലമാണ് രോധം. ഒരു ലഘുയന്ത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തെയാണ് യാന്ത്രിക ലാഭം അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. രോധത്തെ യത്നം കൊണ്ട് ഹരിച്ചാൽ മതി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അഥവാ യാന്ത്രിക ലാഭം സമം രോധം ബൈ യത്നം അഥവാ ലോഡ് ബൈ എഫേർട്ട്. ഇതൊരു അനുപാതം മാത്രമായതുകൊണ്ട് ഇതിന് യൂണിറ്റില്ല. ഒരു ഉദാഹരണം പറയാം. 400 ന്യൂട്ടൺ ഭാരമുള്ള ഒരു കല്ല് ഒരു മൊക്ലോസ് ഉപയോഗിച്ച് ഉയർത്താൻ നമ്മൾ 40 ന്യൂട്ടൺ ബലം കൊടുത്താൽ മതിയെങ്കിൽ അവിടുത്തെ യാന്ത്രിക ലാഭം എത്രയായിരിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 400/40 സമം 10. ഇതിനർത്ഥം നമ്മൾ കൊടുത്ത ഫലത്തിന്റെ ഫലം 10 മടങ്ങായി വർദ്ധിച്ചു എന്നാണ്. യാന്ത്രിക ലാഭം 1-ൽ കൂടുതലാണെങ്കിൽ യത്നം രോധത്തേക്കാൾ കുറവായിരിക്കും. അതായത് നമ്മുടെ ജോലി എളുപ്പമായി. കൊള്ളാം. പ്രധാനമായും 6 തരം ലഘുയന്ത്രങ്ങളുണ്ട്. ഉത്തോലകം അഥവാ ലിവർ, കപ്പി അഥവാ പുള്ളി, ചക്രവും അച്ചുതണ്ടും അഥവാ വീൽ ആൻഡ് ആക്സിൽ, ചരിവുതലം അഥവാ ഇൻക്ലൈൻഡ് പ്ലെയിൻ, സ്ക്രൂ അഥവാ സ്ക്രൂ, ആപ്പ് അഥവാ വെഡ്ജ് എന്നിവയാണ് ഇവ. നമുക്ക് ഓരോന്നായി പരിചയപ്പെട്ടാലോ? ആദ്യം നമുക്ക് ഉത്തോലകങ്ങളെക്കുറിച്ച് പഠിക്കാം. എന്താണ് ഉത്തോലകം? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന ദൃഢമായൊരു ദണ്ഡാണ് ഉത്തോലകം. ഈ ആധാരമാക്കുന്ന ബിന്ദുവിനെ ധാരമെന്ന് പറയുന്നു. ആർക്കിമിഡീസ് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിൽക്കാൻ ഒരിടവും ആവശ്യത്തിന് നീളമുള്ള ഒരു ഉത്തോലകവും തന്നാൽ ഞാൻ ഈ ഭൂമിയെ തന്നെ ചലിപ്പിക്കാമെന്ന്. അത്രയ്ക്കുണ്ട് ഉത്തോലകത്തിന്റെ ശക്തി. ഉത്തോലകത്തിൽ യത്നം, രോധം, ധാരം എന്നിവയുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി അവയെ 3ആയി തിരിച്ചിട്ടുണ്ട്. 1-ാം വർഗ ഉത്തോലകം അഥവാ ഫസ്റ്റ് ഓർഡർ ലിവർ, 2-ാം വർഗ ഉത്തോലകം അഥവാ സെക്കൻഡ് ഓർഡർ ലിവർ, 3-ാം വർഗ ഉത്തോലകം അഥവാ തേർഡ് ഓർഡർ ലിവർ. എന്താണ് 1-ാം വർഗ ഉത്തോലകം? ധാരം, യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്നതാണ് 1-ാം വർഗ ഉത്തോലകം. ഉദാഹരണങ്ങൾ പറയാമോ? നമ്മൾ പാർക്കിൽ കളിക്കുന്ന സീസോ, കത്രിക, തുലാസ്, നെയിൽ പുള്ളർ, മൊക്ലോസ് എന്നിവയെല്ലാം 1-ാം വർഗ ഉത്തോലകങ്ങളാണ്. ഇനി 2-ാം വർഗ ഉത്തോലകം. രോധം, യത്നത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നവയാണ് ഇവ. പാക്കുവെട്ടി, വീൽബാരോ, നാരങ്ങ ഞെക്കി എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. ഇവിടെ എപ്പോഴും യത്നഭുജം രോധഭുജത്തേക്കാൾ നീളം കൂടിയതായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ യാന്ത്രിക ലാഭം എപ്പോഴും 1-ൽ കൂടുതലായിരിക്കും. അതായത് കുറഞ്ഞ യത്നം കൊണ്ട് വലിയ രോധം കീഴ്പ്പെടുത്താം.
അടുത്തത് 3-ാം വർഗ ഉത്തോലകം. യത്നം, രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നവയാണ് ഇവ. ചവണ, ചൂണ്ട, ഐസ്ക്രീം കോരാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഫോർസെപ്സ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ യത്നഭുജം എപ്പോഴും രോധഭുജക്കേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് യാന്ത്രിക ലാഭം എപ്പോഴും 1-ൽ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത് എന്ന്, അല്ലേ? ഇവിടെ യത്നം രോധത്തേക്കാൾ കൂടുതലായിരിക്കും. പക്ഷേ ഒരു വസ്തുവിനെ സൂക്ഷ്മതയോടെയും വേഗത്തിലും കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഒരു ഉത്തോലകം സന്തുലനാവസ്ഥയിലായിരിക്കുമ്പോൾ യത്നം ഗുണം യത്നഭുജം സമം രോധം ഗുണം രോധഭുജം എന്ന ഉത്തോലക നിയമമാണ് ഇത്. ഇതിൽ നിന്ന് യാന്ത്രിക ലാഭം അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു രോധം ബൈ യത്നം എന്നത് യത്നഭുജം ബൈ രോധഭുജം എന്നതിന് തുല്യമാണെന്ന് കിട്ടും. അപ്പോൾ യാന്ത്രിക ലാഭം കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? യത്നഭുജത്തിന്റെ നീളം കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് വലിയ പാറക്കല്ല് നീക്കാൻ നീളമുള്ള മൊക്ലൂസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലഘുയന്ത്രമായ കപ്പിയെക്കുറിച്ച്, അതായത് പുള്ളിയെക്കുറിച്ച് പഠിക്കാം. കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? കപ്പികളും ഉത്തോലകങ്ങൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കപ്പികൾ പ്രധാനമായും 2 തരമുണ്ട്: സ്ഥിരക്കപ്പി, ചലിക്കുന്ന കപ്പി. ഒരു സ്ഥിരക്കപ്പിയിൽ അച്ചുതണ്ട് ഒരിടത്ത് ഉറപ്പിച്ചിരിക്കും. കപ്പി അതിനെ ആധാരമാക്കി കറങ്ങുകയുള്ളൂ. ഇതൊരു 1-ാം വർഗ ഉത്തോലകം പോലെയാണ്. ഇവിടെ യത്നഭുജവും രോധഭുജവും കപ്പിയുടെ ആരത്തിന് തുല്യമായിരിക്കും. അതുകൊണ്ടിതിന്റെ യാന്ത്രിക ലാഭം എപ്പോഴും 1 അതായത് ഇത് യത്നം കുറയ്ക്കുന്നില്ല. പിന്നെ എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? യത്നത്തിന്റെ ദിശ മാറ്റാൻ. മുകളിലേക്ക് ബക്കറ്റ് ഉയർത്താൻ നമ്മൾ താഴേക്ക് കയർ വലിച്ചാൽ മതി. അത് സൗകര്യപ്രദമാണ്. എന്നാൽ ചലിക്കുന്ന കപ്പിയിലോ? ഇവിടെ യത്നം പ്രയോഗിക്കുമ്പോൾ കപ്പിയും അതോടൊപ്പം ഭാരവും മുകളിലേക്ക് ഉയരുന്നു. ഇത് ഒരു 2-ാം വർഗ ഉത്തോലകത്തിന് തുല്യമാണ്. ഇവിടെ യത്നഭുജം കപ്പിയുടെ വ്യാസത്തിനും രോധഭുജം ആരത്തിനും തുല്യമാണ്. അതുകൊണ്ടിതിന്റെ യാന്ത്രിക ലാഭം എപ്പോഴും 2 അതായത് 100 ന്യൂട്ടൺ ഭാരമുയർത്താൻ 50 ന്യൂട്ടൺ യത്നം കൊടുത്താൽ മതി. കൊള്ളാമല്ലേ? പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ജോലിയിൽ ലാഭമുണ്ടോ? യാന്ത്രിക ലാഭം 2 ഭാരം 1 മീറ്റർ ഉയർത്തണമെങ്കിൽ നമ്മൾ കയർ 2 മീറ്റർ വലിക്കണം. പ്രവൃത്തി, അതായത് ജോലി സമം ബലം ഗുണം ദൂരം. അപ്പോൾ യത്നം ചെയ്ത പ്രവൃത്തിയും രോധത്തിന്മേൽ ചെയ്ത പ്രവൃത്തിയും തുല്യമായിരിക്കും. അതുകൊണ്ട് ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രവൃത്തിയിൽ ലാഭമൊന്നുമില്ല, യത്നത്തിൽ മാത്രമേ ലാഭമുള്ളൂ. ഇനി ചക്രവും അച്ചുതണ്ടും. ഒരു വലിയ ചക്രവും അതിൽ ഘടിപ്പിച്ച ചെറിയ അച്ചുതണ്ടം ചേർന്ന സംവിധാനമാണിത്. സ്റ്റിയറിംഗ് വീൽ, സ്ക്രൂ ഡ്രൈവർ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ വലിയ ചക്രത്തിൽ യത്നം പ്രയോഗിച്ച് ചെറിയ അച്ചുതണ്ടിൽ ഘടിപ്പിച്ച രോധത്തെ ചലിപ്പിക്കുന്നു. ചക്രത്തിന്റെ ആരം, അതായത് R, അച്ചുതണ്ടിന്റെ ആരത്തേക്കാൾ വളരെ കൂടുതലായതുകൊണ്ട് ഇതിന്റെ യാന്ത്രിക ലാഭം, അതായത് MA=R/R 1-ൽ വളരെ കൂടുതലായിരിക്കും. ഗിയറുകൾ കണ്ടിട്ടുണ്ടോ? സൈക്കിളിലും വാഹനങ്ങളിലുമൊക്കെ പല്ലുകളുള്ള 2 ചക്രങ്ങൾ ചേർന്ന സംവിധാനമാണിത്. ചലനത്തിന്റെ വേഗതയോ ബലമോ മാറ്റാൻ ഇത് ഉപയോഗിക്കുന്നു. വലിയ ഗിയറിൽ നിന്ന് ചെറിയ ഗിയറിലേക്ക് ചലനം പകരുമ്പോൾ വേഗത കൂടുന്നു. എന്നാൽ കയറ്റം കയറുമ്പോൾ കൂടുതൽ ബലം വേണ്ടിവരും. അപ്പോൾ എഞ്ചിനിലെ ഗിയർ വലിയൊരു ഗിയറുമായി ഘടിപ്പിക്കുന്നു. അപ്പോൾ വേഗത കുറയുമെങ്കിലും കൂടുതൽ ബലം, അതായത് ടോർക്ക് കിട്ടും. ഉയർത്തുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ ഉരുട്ടിക്കൊണ്ടുപോകാൻ? ലോറിയിലേക്ക് ഭാരമുള്ള സാധനങ്ങൾ കയറ്റാൻ ഒരു മരപ്പലക വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ചരിവുതലം. ഇവിടെ യത്നം കുറവാണെങ്കിലും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന്റെ യാന്ത്രിക ലാഭം സമം ചരിവുതലത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ ഉയരം. അതായത് നീളം കൂടുന്തോറും ചരിവ് കുറയുന്തോറും യാന്ത്രിക ലാഭം കൂടും, ജോലി എളുപ്പമാകും. നമ്മുടെ മലമ്പാതകളിലെ ഹെയർപിൻ വളവുകൾ നീളമേറിയ ചരിവുതലങ്ങളാണ്. ആപ്പ് എന്നാൽ 2 ചരിവുതലങ്ങൾ ചേർത്തുവെച്ചതാണ്. കോടാലി, കത്തി, ഉളി എന്നിവയെല്ലാം ആപ്പുകളാണ്. ഒരു വസ്തുവിനെ പിളർക്കാനോ മുറിക്കാനോ ഇത് ഉപയോഗിക്കുന്നു. നീളം കൂടിയതും കനം കുറഞ്ഞതുമായ ആപ്പിന് യാന്ത്രിക ലാഭം കൂടുതലായിരിക്കും. അവസാനമായി സ്ക്രൂ. ഒരു സിലിണ്ടറിന് ചുറ്റും ഒരു ചരിഞ്ഞ പ്രതലം ചുറ്റിവെച്ചതാണ് ഒരു സ്ക്രൂ എന്ന് പറയാം. സ്ക്രൂ ജാക്ക് ഉപയോഗിച്ച് കാർ ഉയർത്തുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ ചെറിയ ബലം കൊടുത്ത് അതിന്റെ ലിവർ തിരിക്കുമ്പോൾ അത് വലിയ ഭാരമുള്ള കാറിനെ ഉയർത്തുന്നു. കാരണം സ്ക്രൂവിന് യാന്ത്രിക ലാഭം വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടികളെ, നമ്മുടെ ചുറ്റുമുള്ള കത്രില് മുതൽ സൈക്കിള് വരെ സങ്കീർണമെന്ന് തോന്നുന്ന പല യന്ത്രങ്ങളും ഇതുപോലുള്ള ലഘുയന്ത്രങ്ങൾ ചേർന്നതാണ്. ഇവയെല്ലാം നമ്മുടെ ജോലികൾ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണോ? എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിന് അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസുകൾ ഉപയോഗിക്കുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.